Hello Mokle. അങ്ങനെ ഫൈനലി നമ്മളുടെ നീറ്റ് എക്സാം ഓഫ്ലൈൻ ആയിരിക്കോ ഓൺലൈൻ ആയിരിക്കോ അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞു കാണും. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സാം നീറ്റ് എക്സാം 2025 നടക്കാൻ പോകുന്നത് ഓഫ്ലൈൻ ആയിട്ടായിട്ട്, അതായത് ഇത്രയും കാലം എങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത് അതേ രീതിക്ക് തന്നെ ഓഫ്ലൈൻ മോഡിൽ തന്നെ ആയിരിക്കും. OMR ഷീറ്റിൽ നിങ്ങൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് OMR ബേസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ നീറ്റ് എക്സാം നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വരാനുള്ളത് നീറ്റ് എക്സാമിൻ്റെ ആ ഒരു സമയം, അതേപോലെ തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. പ്രോബബ്ലി May 5th 4th ആ ഒരു ദിവസങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ നീറ്റ് എക്സാം നടക്കുന്നുണ്ടാവുക. ടൈമും ഉച്ചയ്ക്ക് ശേഷം തന്നെ ആയിരിക്കും, പക്ഷേ അത് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇനി കൺഫർമേഷൻ വരാനുള്ളത്. അതിനി വഴിയെ വരും മാസങ്ങളിലായിട്ട് ഫെബ്രുവരിയോടൊക്കെ കൂടി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നമ്മുടെ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടെ കൂടെ നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ രജിസ്ട്രേഷന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് മിസ് കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കൊരു ID എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലേ. ഓക്കെ, ID വേണം. അപ്പം ID-യുടെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ ആപ്പാർ ID ഒക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പം കുറേ മക്കൾക്കുള്ളൊരു കൺഫ്യൂഷനാണ്, ആപ്പാർ ID നിർബന്ധമാണോ എന്നുള്ളത്. അത് ഏതെങ്കിലും ഒരു ID-യിൽ ഒരു ID മാത്രമാണ് ആപ്പാർ ID എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആധാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആപ്പാർ ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ഉപയോഗിക്കാം. അതല്ലാതെ വേറെയും കുറേ IDs ഉണ്ട് മിസ്, അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഏറ്റവും എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് മിസ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി ആധാർ ID ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ആധാറാണ് നിങ്ങളുടെ ID ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടത് നിങ്ങൾ ആധാർ അപ്ഡേറ്റഡ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, കഴിഞ്ഞ വർഷമൊക്കെ കുറേ മക്കൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തു, രജിസ്ട്രേഷൻ്റെ ടൈം ആകുമ്പോഴേക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നില്ല, കിട്ടിയില്ല. അങ്ങനെ കുറേ മക്കൾ ഒത്തിരി ടെൻഷൻ അടിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതേ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നേരത്തെ കൂട്ടി മിസ് പറയുന്നത്, നിങ്ങളുടെ ആധാർ അപ്ഡേറ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. മൊബൈൽ നമ്പറുമായിട്ട് നിങ്ങൾ ഏത് നമ്പറാണോ കൊടുക്കുന്നത് ആ മൊബൈലുമായിട്ട് ലിങ്ക്ഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് മിസ് ചെക്ക് ചെയ്യുക? നിങ്ങളുടെ അടുത്തുള്ള ഒരു അക്ഷയ സെൻറ്ററിൽ പോയിട്ട് നിങ്ങളുടെ ആധാർ കൊടുത്താൽ മതി. എന്നിട്ട് അവർ നമ്പറൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു തരും അപ്ഡേറ്റ് ആണോ, മൊബൈൽ ഫോണോ ആയിട്ട് ലിങ്ക്ഡ് ആണോ എന്നുള്ള കാര്യം അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളത് ആലോചിച്ചപ്പോൾ ടെൻഷൻ അടിക്കുന്നത്, നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു അക്ഷയ സെൻറ്ററിൽ പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പേര് നിങ്ങളുടെ SSLC മാർക്ക് ലിസ്റ്റിലുള്ള അത് തന്നെയാണെന്നുള്ളത് എൻഷുർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ സമയത്ത് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് മിസ് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ നീറ്റിൻ്റെ പ്രോസ്പെക്ടസ് വന്ന് അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ID വേണം. ഓക്കെ, അപ്പോൾ ID നിങ്ങൾക്ക് ആധാറോ ആപ്പാറോ ഇനി എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള ID നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഫോട്ടോഗ്രാഫ് നിങ്ങൾക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, ഒന്നല്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും വേണം. അതിൻ്റെ ഹാർഡ് കോപ്പി ഫോട്ടോ ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സോഫ്റ്റ് കോപ്പിയാണ് വേണ്ടത്, അതായത് ഡോക്യുമെൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാസ്പോർട്ട് സൈസിലും വേണം, പോസ്റ്റ് കാർഡ് സൈസിലും വേണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ മുഖം നല്ലപോലെ വിസിബിൾ ആവുന്ന തരത്തിലുള്ള ഫോട്ടോസ്. പിന്നെ ഫിംഗർ ഇംപ്രഷൻസ് ആണ്, തമ്പ് മാത്രമല്ല. ഒരു A4 സൈസ് പേപ്പറിൽ നിങ്ങളുടെ 10 വിരലുകളും നിങ്ങൾ ഇങ്കിൽ ആക്കിയതിന് ശേഷം ഇങ്ങനെ പേപ്പറിൽ അത് ഇംപ്രഷൻസ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്കാൻഡ് കോപ്പിയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് സിഗ്നേച്ചർ. സെയിം പോലെ തന്നെ നിങ്ങളൊരു പേപ്പറിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുന്നു, അത് സ്കാൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ SSLC മാർക്ക് ലിസ്റ്റ്. ദെൻ നമുക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ID വേണം. 2 മൊബൈൽ നമ്പർ വേണം. ഒന്ന് നിങ്ങൾ മെയിനായിട്ട് കൊടുക്കുന്നത്, അതിലായിരിക്കും നിങ്ങളുടെ OTPയും കാര്യങ്ങളൊക്കെ വരുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഒരു എമർജൻസി കേസിൽ നിങ്ങൾ ഫസ്റ്റത്തിൽ കിട്ടാതെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടതാണ്. അതുപോലെ ഇമെയിൽ IDയും നല്ല വാലിഡ് ആയിട്ടുള്ള 2 ഇമെയിൽ ID നിങ്ങൾക്ക് വേണം. ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾക്ക് എന്ത് വേണ്ടത് രജിസ്ട്രേഷൻ്റെ സമയത്ത് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇതിലിപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇവിടെയാണ് നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ആധാറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മളെ വീഡിയോ ആ ഒരു നീറ്റിൻ്റെ പ്രോസ്പെക്ടസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നീറ്റിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണെങ്കിലും ഇനി അതല്ല
ജസ്റ്റ് ഈ തവണ എങ്ങനെയാണ് നീറ്റ് എക്സാം എന്നൊന്ന് അറിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന മക്കളാണെങ്കിലും നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെന്തായാലും ചില മക്കളൊക്കെ വിചാരിക്കുന്നത് എന്താണ്, റിപ്പീറ്റ് ചെയ്യാമല്ലോ, ഏതായാലും ഇപ്പോൾ വെറുതെ ഒന്ന് എക്സാം എഴുതി നോക്കാം. അങ്ങനെ പോകരുത് എന്നാണ് മിസ്സിനൊരു സജഷൻ നിങ്ങൾക്ക് തരാനുള്ളത്. കാരണം ഏതായാലും നമ്മളൊരു എക്സാം എഴുതുന്നു, ഓക്കെ, അങ്ങനെ എക്സാം എഴുതുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു കാര്യങ്ങളിലൂടെ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു മോഡൽ എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതുന്നൊരു എക്സാമും ഒന്നും പഠിക്കാതെ പോയി എഴുതുന്ന എക്സാമും വേറെ വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു ട്രൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ മാത്രം പോവാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, മിസ് നീറ്റിനൊക്കെ പഠിക്കുമ്പം വെറും മാസങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? ഒരിക്കലല്ല. ആദ്യമായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ വെറും മാസങ്ങൾ പഠിച്ച് നീറ്റ് എഴുതുന്നത് അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് കേട്ടോ. പക്ഷേ അത് വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമാണ്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നവരാണ് മെജോറിറ്റി. അപ്പോൾ നിങ്ങൾ അങ്ങനെ മിസ് ഞാൻ റിപ്പീറ്റ് ഒക്കെ ചെയ്യും, ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യും, ഇത് ജസ്റ്റ് എൻ്റെ ഒരു ട്രൈ ആണ്. മക്കളെ, നിങ്ങളൊരു ട്രൈ ആണെങ്കിലും അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുന്ന ട്രൈ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു ട്രൈ കൊടുക്കാൻ താല്പര്യമുണ്ട്, ഒന്ന് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി അതല്ല, ഇത്രയും കാലം നിങ്ങൾ NCERT നല്ല തറോ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ഇനി ഒന്ന് നീറ്റ് എഴുതി നോക്കണം എന്നാണെങ്കിൽ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതായിരിക്കും നമ്മളുടെ എക്സാം വിന്നറിന് നീറ്റ് ആൻഡ് കീം ക്രാഷ് കോഴ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം റെഡിയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണല്ലേ. അതേപോലെ തന്നെ നമ്മുടെ മൊഡ്യൂൾ വൈസ് ലൈവ് ക്ലാസ് നമ്മൾ യൂട്യൂബിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ക്ലാസ് കിട്ടിയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എക്സാം നമ്മുടെ സാധാരണ പബ്ലിക് എക്സാം പോലെ അല്ല. നീറ്റ് എക്സാം എന്ന് പറയുന്നത് MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് തീർക്കണം. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ നമ്മൾക്ക് ഇത്ര ഷോർട്ട് ടൈമിനുള്ളിൽ ഇപ്പോൾ ബയോളജി ആണെങ്കിൽ പഠിച്ച കാര്യം ഓർത്തെടുക്കാനും ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനും, ഇനിയിപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ആണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കറക്റ്റ് ആൻസർ ഷോർട്ട് ടൈമിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മൾ DPP. ഓക്കെ, DPP എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റ് തന്നെ അവിടെ ഉണ്ടാകും. ഇനി ഈ ക്ലാസ്സിൻ്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. 10 നീറ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നീറ്റ് എക്സാം എഴുതാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്ന ആ ഒരു ഒറിജിനൽ എക്സാം ആവരുത്. നിങ്ങൾ ഒത്തിരി എക്സാംസ് അറ്റൻഡ് ചെയ്ത് ആ ഒരു മോഡ് ഫേസ് ചെയ്ത് ആ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ എന്താണ് നമ്മുടെ എക്സാമിൻ്റെ അന്ന് ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ അതല്ലാത്ത കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇത്ര സമയത്തിനുള്ളിൽ ഇത് ചെയ്ത് തീർക്കണം, അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ മോക്ക് ടെസ്റ്റുകൾ. ദെൻ നിങ്ങൾക്ക് നോട്ട് ക്യാപ്സ്യൂൾസ് ഉണ്ടാകും, ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാകും. ദെൻ നമ്മുടെ എക്സാം വിന്നേണ്ട ബുക്ക് സെറ്റ്, നീറ്റിനാണെങ്കിൽ നമ്മുടെ എക്സാം വിന്നേണ്ട എൻട്രൻസിൻ്റെ ബുക്ക് ഉണ്ട്. അതേപോലെ തന്നെ നീറ്റ് കീമിനാണെങ്കിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്സ് കിട്ടുന്നുണ്ടാകും. അത് കൂടാതെ ഡെയിലി നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകും. നിങ്ങൾ ഓരോ മൊഡ്യൂൾ ലൈവ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകും, മൊഡ്യൂൾ വൈസ് വർക്ക് ഷീറ്റ് ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ ക്രാഷ് ബാച്ചിൽ മാത്രമാണ് കിട്ടുന്നുണ്ടാവുക. യൂട്യൂബിൽ നിങ്ങൾക്ക് എന്താണ് ക്ലാസ് മാത്രം ഫ്രീ ആയിട്ടുണ്ടാകും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെയായിരിക്കും? നമ്മുടെ ബാച്ചിലായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. 1200 ആയിരുന്നു ഫീസ്. നമ്മളിപ്പോൾ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് 999. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 31 അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാം കഴിഞ്ഞ് മാർച്ച് 31 നമ്മുടെ ഈ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഫുൾ സെറ്റാണ്, ഫുൾ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.